ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ മലയാളം ബൈബിൾ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. 2026 നാം പ്രവേശിക്കുകയാണ്. കഴിഞ്ഞൊരു വർഷക്കാലം കർത്താവ് നമ്മളോട് കൂടെയിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ കുറേ വീഡിയോകളെല്ലാം ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അനേക ആളുകൾ വിളിക്കുവാനിടയായിട്ട് തീർന്നു. ചില ജീവിതങ്ങളിൽ രക്ഷിക്കപ്പെടുവാനിടയായിട്ട് തീർന്നു. ചിലർ സ്നാനപ്പെടുവാനൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കർത്താവ് 2025 ശുശ്രൂഷയിൽ ചെറിയ മുന്നേറ്റങ്ങളെല്ലാം നൽകുകയുണ്ടായി. 2026 നാം പ്രവേശിക്കുകയാണ്. ടാഗ് ലൈൻ വായിച്ചപ്പോൾ ചിലർ നെറ്റിച്ചൊളിച്ചിട്ടുണ്ടാകാം. 2026 പ്രവചനം ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് പലർക്കും ഒരു സംശയമുണ്ടാകാം. എന്നാൽ 2026 കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് ഒരാശ്വാസമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പലവിധ രോഗങ്ങൾ, പലവിധ ഞെരുക്കങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, പല മേലധികാരികളിൽ നിന്നുള്ള ക്രൂരമായ പീഡനങ്ങൾ, മന്ത്രവാദത്താലും ആഭിചാരത്താലും കഷ്ടപ്പെടുന്നവർ, പല നിലകളിലുള്ള ദൈവമക്കൾക്ക് ആശ്വാസത്തിൻ്റെ ഒരു സന്ദേശം പറയുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായിട്ട് വായിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 126 1 വാക്യമാണ്. യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അനേക നാളുകളായി, വർഷങ്ങളായി ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടി ലഭിക്കാതെ നിരാശപ്പെട്ട് കഴിയുന്ന ഒരു സഹോദരനോ സഹോദരിയോ ആണ് നിങ്ങളിന്ന് എന്നെ കേൾക്കുന്നതെങ്കിൽ ഈ വചന സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും ഈ ചാനലിലെ മെസ്സേജിൻ്റെ അവസാനം പ്രാർത്ഥിക്കുന്നത് കൂടാതെ ഈ യൂട്യൂബ് ചാനലിനെയും അതിലെ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂസിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളും എന്നെയും എൻ്റെ ശുശ്രൂഷയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ തമിഴ്നാട്ടിലെ പോണ്ടിച്ചേരിയിലാണ് നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ എല്ലാം ചെയ്യുന്നത്. ചെറിയ രീതിയിൽ തമിഴിൽ ഒരു ചാനൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ പ്ലാനിനും പദ്ധതിക്കും അനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. വലിയ നന്മ 2025 അനവധി പോരാട്ടങ്ങളുടെ നടുവിൽ കർത്താവ് നൽകുകയുണ്ടായി. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ കുറേ സമയം കഴിഞ്ഞ 2025 എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനവധി നന്മകളെ ഞാൻ ഓർത്തെടുത്ത് ദൈവത്തിന് നന്ദി പറയേണ്ടായി. നിങ്ങളും അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഒരു വർഷക്കാലം കഷ്ടതകളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ നമ്മളെ പിൻപറ്റിയിട്ടുണ്ടെങ്കിലും അതിന് നടുവിൽ ദൈവം ജയോത്സവമായിട്ട് നമ്മളെ നടത്തിയത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, സൗകര്യങ്ങൾ, ബലങ്ങൾ എല്ലാം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇവിടെ നാം വായിച്ചു കേട്ട സങ്കീർത്തനത്തിൽ പറയുകയാണ്, യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ചിലത് ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമാണോ അത് സ്വപ്നമാണോ എന്ന് ആശ്ചര്യപ്പെട്ടു പോകുന്ന നിലയിൽ 2026 നിങ്ങളുടെ ജീവിതത്തിൽ ചില നന്മകൾ സംഭവിക്കാനായിട്ട് പോവുകയാണ്. ബാബേലിലേക്ക് അടിമകളായിട്ട് പിടിച്ചുകൊണ്ടു പോയിട്ടുള്ള ഇസ്രായേൽ ജനം കോരശ് എന്ന് പറയുന്ന രാജാവ് മുഖാന്തരം അവരിപ്പോൾ സ്വന്തം രാജ്യത്ത് മടങ്ങിയെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ അനേക വർഷത്തെ പ്രാർത്ഥന, ആഗ്രഹം അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവർ സ്വന്തം മണ്ണിൽ കാല് കുത്തിയപ്പോൾ അവരുടെ ഉള്ളിലുള്ള ചിന്ത ഇത് യാഥാർത്ഥ്യമാണോ ഇത് സ്വപ്നമാണോ എന്ന് അവർ സംശയിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ് 126 സങ്കീർത്തനത്തിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. തന്നെയല്ല, ചുറ്റുമുള്ള ജാതികൾ പറഞ്ഞു യഹോവ അവർക്ക് നന്മ കാണിച്ചിരിക്കുന്നു, കർത്താവ് അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ജാതികൾ പറയുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു സാധ്യതയുമില്ല, ഇനി ആ വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിരാശപ്പെട്ടു പോകലേ സഹോദര, നിരാശപ്പെട്ടു പോകലേ സഹോദരി. ദൈവം വാക്കുമാറാത്തവനാണ്. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, നുള്ളി നോക്കിയെന്ന് പറയില്ലേ, ഇത് യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്നറിയാൻ നുള്ളി നോക്കിയെന്ന് പറയില്ലേ എന്ന് പറയുന്നത് പോലെ ഇസ്രായേൽ ജനം സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്നപ്പോൾ അവർ സന്തോഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇത് സ്വപ്നമാണോ എന്നവർ ചിന്തിച്ചുകൊണ്ട് അവർ സന്തോഷിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ, ക്രിസ്ത്യ ജീവിതത്തിലെ എന്നും നമുക്ക് ദുഃഖവും ദുരിതവും മാത്രമൊന്നുമല്ല, നമുക്ക് സന്തോഷിക്കുവാൻ സകല ഹൃദയങ്ങളെയും കവിയുന്ന പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമ്മുടെ ഉള്ളിൽ തരുവാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെ സഹായിക്കാനായിട്ട് സാധിക്കും. ഇത് സ്വപ്നമാണോ എന്നവരെ ചുറ്റും
അവർ പറയുകയാണ്, ചുറ്റുമുള്ള ജാതികൾ പറഞ്ഞു, യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ജാതികൾ നമ്മളെക്കുറിച്ച് പറയും, ദൈവം അവർക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ഈ ജാതികൾ തന്നെ അവരെ കുറ്റപ്പെടുത്തിയതാണ്. എന്നാൽ ഇപ്പോൾ അവരുടെ നാവിൽ നിന്ന് പറയുകയാണ്, യഹോവ അവർക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അവരും പറഞ്ഞു, യഹോവ ഞങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. അത് 2026 സന്തോഷിക്കുവാൻ തക്കോണം ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ നൽകുന്ന സമയമാണ് എന്ന് ഒരു പ്രവചന ദൂതായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. സന്തോഷത്തിൻ്റെ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാനായിട്ട് പോകുന്നു. അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താനൊരു ദർശനം കാണുമെന്ന് നിരൂപിച്ചു. ഇവിടെ ഹെരോദ രാജാവ് യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ പിടിച്ച് വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് രാജാവിന് തോന്നിയപ്പോൾ പത്രോസിനെ കൂടെ പിടിച്ചു. പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിലിട്ടിരിക്കുകയാണ്. 4 പേർ വീതമുള്ള 4 ഗ്യാങ്, 16 പട്ടാളക്കാരുടെ 4 കൂട്ടത്തിൻ്റെ നടുവിൽ പത്രോസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അകത്തെ കാരാഗൃഹത്തിലാക്കി 2 പേരുടെ നടുവിൽ അവൻ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നാളെ അവനെ ഹെരോദ രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കും. അവിടെ ഒരുപക്ഷെ വിസ്തരിക്കും. അവനെ കൊല്ലുവാനായിട്ട്, യാക്കോബിനെ കൊന്നതുപോലെ തന്നെ അവനെയും കൊല്ലുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും. കാരണം യഹൂദന്മാർക്ക് പ്രസാദമുള്ളത് ചെയ്യുവാനായിട്ട് ഹെരോദാവ് ഒരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ അന്ന് രാത്രിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പത്രോസിൻ്റെ അടുക്കൽ ദൂതൻ വന്നിട്ട് അവൻ്റെ മാറത്ത് തട്ടിയിട്ട് പറഞ്ഞു, എഴുന്നേൽക്കാൻ പറഞ്ഞു, വേഗം നിൻ്റെ കാലിലെ ചെരുപ്പൊക്കെ എടുത്തിടാനായിട്ട് പറഞ്ഞു. എന്താണ് നടക്കുന്നതെന്ന് പത്രോസിന് മനസ്സിലാകുന്നില്ല. കയ്യിലെ ചെങ്ങലയെല്ലാം അഴിഞ്ഞു വീണു. അവൻ മുന്നോട്ട് പോവുകയാണ്. 1-ാം കാവൽ കടന്നു, 2-ാം കാവൽ കടന്നു, പിന്നീടുള്ള ഇരുമ്പ് ഗേറ്റ് തനിയെ തുറന്നു. അവൻ പുറത്തേക്ക് പോവുകയാണ്. അവിടെ താനൊരു ദർശനം കാണുകയാണെന്ന് നിരൂപിക്കുകയാണ്. കാരണം ഉറക്കത്തിലാണല്ലോ തട്ടി എണിപ്പിച്ച് ദൂതൻ കൊണ്ടുപോകുന്നത്. അതേ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൂതൻ നിന്നെ എടുത്തുകൊണ്ടുപോകുന്ന ചില സന്ദർഭങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്നൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല. ദൂതൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. ഇവിടെ പത്രോസ് ഒരു ദർശനം കാണുകയാണെന്നാണ് വിചാരിച്ചത്. യാഥാർത്ഥ്യമാണോ ഇത് സത്യമാണോ? തനിക്കത് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതെ, ഒരു മോചനമില്ല എന്ന് നീ നിരൂപിച്ചിരിക്കുകയാണോ? ഇനി നിനക്ക് ഒരു തരത്തിലും പുറം ലോകം കാണാൻ കഴിയുകയില്ലെന്ന് നീ നിരൂപിച്ചിരിക്കുകയാണോ? നിൻ്റെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അവൻ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കനാനിൽ വലിയ ക്ഷാമം ഉണ്ടായി. എന്നാൽ മിസ്രൈമിൽ ഭക്ഷണമുണ്ടെന്നറിഞ്ഞു. യാക്കോബ് തൻ്റെ മക്കളെ അങ്ങോട്ട് അയക്കുകയാണ്. യാക്കോബിൻ്റെ 12 മക്കളിൽ ഇളയ മകൻ യോസെഫിനെ, ബെന്യാമിൻ്റെ ജ്യേഷ്ഠനെ വിറ്റുകളഞ്ഞിരുന്നു. തൻ്റെ സഹോദരന്മാർ, യോസെഫിൻ്റെ സഹോദരന്മാർ അപ്പനെ അറിയിച്ചിരുന്നത് ഒരു അങ്കി തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ രക്തമൊക്കെ പുരട്ടിട്ട് കൊണ്ട്, ഇത് നിൻ്റെ മകൻ്റെ അങ്കിയാണോ? ഞങ്ങൾക്ക് വഴിയിൽ കിടന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന യാക്കോബ് മിസ്രൈമിൽ ഭക്ഷണമുണ്ടെന്നറിഞ്ഞ് തൻ്റെ മക്കളെ അങ്ങോട്ട് അയക്കുകയാണ്. അതിനുള്ള പണമെല്ലാം കൊടുത്ത് അവരെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവർ മിസ്രൈം ദേശത്ത് ചെന്നപ്പോൾ അവർ യോസഫാണ് അവിടെ കാര്യങ്ങളെല്ലാം മേൽനോട്ടം നടത്തുന്നത്. ഭക്ഷണ സംബന്ധമായ കാര്യങ്ങളുടെ മേൽനോട്ടമെല്ലാം യോസഫിനാണ്. യോസഫിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ തൻ്റെ സഹോദരന്മാർ, ഈ യാക്കോബിൻ്റെ മക്കൾ ബെന്യാമിനെ കൊണ്ടുപോയിട്ടില്ല. ബാക്കിയുള്ള ഈ മക്കളെല്ലാം യോസഫിനെ കുമ്പിട്ട് വണങ്ങുന്ന ഒരു രംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 10-18 വർഷങ്ങൾക്ക് മുമ്പ് താനൊരു സ്വപ്നം കണ്ടിരുന്നു യോസഫ് പറഞ്ഞു, നമ്മൾ വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റ ചുറ്റും നിന്ന് കുമ്പിട്ട് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെയും താനൊരു സ്വപ്നം കണ്ടു. അതും പറഞ്ഞു. അതിനൊക്കെ കിട്ടിയ പ്രതിഫലം എന്ന് പറയുന്നത് പൊട്ടക്കിണറും ജയിലും അങ്ങനെയുള്ള കഷ്ടതകൾ നിറഞ്ഞ അനേക വർഷങ്ങളായിരുന്നു. എന്നാൽ താനിപ്പോൾ അന്ന് കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു നേരിൽ കാണുകയാണ്. തൻ്റെ സഹോദരന്മാർ ഭക്ഷണത്തിനായിട്ട് തന്നെ തേടി വന്ന് തന്നെ കുമ്പിട്ട് നമസ്കരിക്കുകയാണ്. യോസഫ് വളരെ ബുദ്ധിയുള്ളവനായിരുന്നു. പണ്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് അവൻ നിഷ്കളങ്കനായിരുന്നു. എല്ലാം വിട്ടിത്തുറന്ന് പറയുമായിരുന്നു. തൻ്റെ സഹോദരന്മാരെക്കുറിച്ചുള്ള ദുശ്രതയെല്ലാം പിതാവിനെ അറിയിച്ച നിമിത്തമാണ് ഈ കഷ്ടത മുഴുവനുണ്ടായത്. എന്നാൽ താൻ തന്നെ വെളിപ്പെടുത്തിയില്ല. ദ്വിഭാഷ മുഖാന്തരം സംസാരിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ ആരാണ്, എവിടുന്ന് വരുന്നു, നിങ്ങളുടെ വീടെന്താണ്, അപ്പൻ ആരാണ്, അമ്മ ആരാണ്, കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വളരെ സീരിയസ് ആയിട്ട് അന്വേഷിച്ചു. അവരെല്ലാം പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഒരു ഇളയ മകനുണ്ട്, അവൻ അവിടെയാണ്, അനുജനുണ്ട്, അവൻ അവിടെയാണെന്നെല്ലാം പറഞ്ഞു. അപ്പൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കൊടുത്തു വിടുകയാണ്. ഭക്ഷണം കൊടുത്തു വിട്ടു. തലയിൽ വലിയ ചാക്കുകളായിട്ട് അവർ നടന്നു പോവുകയാണ്. എന്നാൽ അതിനകത്ത് ഒരു കിഴിക്കെട്ട് അവൻ എടുത്തു വയ്ക്കേണ്ടായി.
അങ്ങനെ എല്ലാവരുടെയും കിഴിക്കെട്ട് അവിടെ എടുത്തു വെച്ചു. ഇനി ബെന്യാമിനെ, തൻ്റെ ഇളയ സഹോദരൻ ബെന്യാമിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അങ്ങനെ അയക്കുകയാണ്. അങ്ങനെ അത് എല്ലാം വിശദീകരിക്കാനായിട്ട് പോയാൽ വീഡിയോ ഒത്തിരി ലോങ് ആയി പോകും. എന്നാൽ അവിടെ ചെന്നു യാക്കോബിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ യാക്കോബ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പറയാൻ പോയത്? എൻ്റെ ഒരു മകൻ ഉണ്ടായിരുന്നു, പോയി, ഇനി ഇവനെയും കൂടെ നഷ്ടപ്പെടുമോ എനിക്ക്? നിങ്ങൾ എന്തിനാണ് ബെന്യാമിനുള്ള കാര്യം പറഞ്ഞത്? അവൻ ഞങ്ങളോട് താല്പര്യമായിട്ട് ചോദിച്ചു, ഞങ്ങളെ അറിയിക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് വീണ്ടും നിവൃത്തിയില്ലാതെ ഭക്ഷണം 2 പ്രാവശ്യം പോയി വരേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ ബെന്യാമിനെ കൊടുത്തയക്കാനുള്ള ബുദ്ധിമുട്ട് നിമിത്തം അത് നീണ്ടു പോയി. ഒടുവിൽ യോസഫ് മനസ്സോടെ ബെന്യാമിനെ അവരുടെ കൂടെ അയക്കുകയാണ്. അവിടെ ചെന്ന് തൻ്റെ അനുജനായ ബെന്യാമിനെ കണ്ടു. യോസഫ് അവരോട് ദ്വിഭാഷ മുഖാന്തരം സംസാരിച്ചു. അവർക്കവിടെ ഭക്ഷണം എല്ലാം ക്രമീകരിച്ചു. അപ്പോൾ അവർക്ക് ഭയമായി, എന്തോ സംഭവിക്കാൻ പോകുന്നു, എന്തോ ആപത്ത് വരാൻ പോകുന്നു. കാരണം അവിടെ ഫറവോ രാജാവിൻ്റെ രണ്ടാമനായിരിക്കുന്ന യോസഫ് ഭക്ഷണമൊക്കെ ക്രമീകരിച്ച് തങ്ങളെ സൽക്കരിക്കാനായിട്ട് പോവുകയാണ്. എന്തോ ആപത്ത്, അവർ ഭയപ്പെടുകയാണ്. ഒടുവിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി. ആ ഭക്ഷണമെല്ലാം ക്രമീകരിച്ചുകൊണ്ട സമയത്ത് യോസഫ് തന്നെ അതിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം കൂടി അവർ യോസഫിനെ വണങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാനത് വായിച്ചുകൊണ്ടപ്പോൾ ഒത്തിരി ഞാൻ കരയുകയുണ്ടായി. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണെന്നറിയാമോ? അവൻ വാക്കുമാറാത്ത ദൈവമാണ്. അതെ, ഈ സഹോദരന്മാർക്ക് തന്നെ താൻ വെളിപ്പെടുത്തി, ഞാൻ നിങ്ങളുടെ സഹോദരൻ യോസഫാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം തൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പനെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് അവരെ പറഞ്ഞയക്കുകയാണ്. അവർക്ക് ആ ധാന്യത്തോടൊപ്പം അവരുടെ പണങ്ങളെല്ലാം തിരികെ കൊടുത്തുവിട്ട് പറഞ്ഞയക്കുകയാണ്. അവിടെ ചെന്ന് യോസഫിനോട് ഈ കാര്യങ്ങൾ അവർ പറയുമ്പോൾ അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ, കനാനിലും ക്ഷാമം, യോസഫിൻ്റെ സഹോദരന്മാർ മിസ്രൈമിൽ നിന്ന് മടങ്ങി തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ എത്തി അവനോട്, യോസഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി. തൻ്റെ മകൻ നഷ്ടപ്പെട്ടു, അവൻ മരിച്ചുപോയി, അവനെ ഒരു മൃഗം പറിച്ചു കീറിപ്പോയി എന്ന് വിചാരിച്ചു കഴിഞ്ഞ അനേക വർഷങ്ങളായി നിരാശയിലിരുന്ന യാക്കോബ് ഈ വാർത്ത കേട്ടപ്പോൾ സ്തംഭിച്ചുപോയി. ഇത് സത്യമാണോ? തൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ടോ? അവനത് വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്നാൽ അവൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ മിസ്രൈമിൽ നിന്ന് യോസഫ് അയച്ചിരിക്കുന്ന രഥങ്ങളെ കണ്ടപ്പോൾ അവന് പഴയതുപോലെ ചൈതന്യമുണ്ടായി. നിരാശപ്പെട്ടിരിക്കുന്ന സഹോദര, നിരാശപ്പെട്ടിരിക്കുന്ന സഹോദരി, നിൻ്റെ ജീവിതത്തിൽ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. നിനക്ക് ചില മാറ്റങ്ങൾ ദൈവം തരുവാനായിട്ട് പോവുകയാണ്. ഒരിക്കലും നീ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം മടക്കി തരുവാനായിട്ട് പോവുകയാണ്. അനേക വർഷങ്ങൾ നിന്നെ മാനസികമായി തളർത്തിയവർ, അനേക വർഷങ്ങൾ നിന്നെ ഞെരുക്കിയവർ, അവർ നിനക്ക് തന്നെ നല്ല വർത്തമാനം കൊണ്ടു തരുവാനായിട്ട് പോവുകയാണ്. നിനക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് നീ നിരൂപിച്ച നന്മകൾ നിനക്ക് മടങ്ങി വരുവാനായിട്ട് പോവുകയാണ്. നാം എസ്തറിൻ്റെ പുസ്തകം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാകട്ടെ, മൃദോഖായി അതിൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം. അസൂയ പൂണ്ട ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ രാജാവിന് നന്മ ചെയ്ത മൊർദോഖായി എന്ന് പറയുന്ന മനുഷ്യനെ കൊല്ലുവാനായിട്ട് ഒരു കഴുമരം ഒരു രാത്രിയിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ പോയി രാജാവിനോട് അനുവാദം ചോദിച്ച് അവനെ കൊന്നുകളയണം. രാജകൊട്ടാരത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം ചർച്ചയായി. അനേക ജോലിക്കാരെല്ലാം വിളിച്ചു. ഭയങ്കര ഉയരമുള്ള ഒരു കഴുമരം തീർക്കണം. അനേക ആശാരിമാരെ, പണിക്കാരെല്ലാം വന്നു, മരമെല്ലാം കൊണ്ടുവന്നു, കഴുമരം തീർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിനക്ക് കഴുമരം ഒരുക്കുമ്പോൾ നിൻ്റെ കർത്താവ് വേറെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജാവിന് ഉറക്കം കിട്ടാതാകുന്നു. രാജാവിന് ഉറക്കം കിട്ടാതായി കഴിഞ്ഞാൽ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്. രാജകൊട്ടാരത്തിൽ നർത്തകിമാരുണ്ട്, നല്ല കഥകൾ പറഞ്ഞ് കേൾപ്പിക്കുന്ന നല്ല സരസന്മാരായിട്ടുള്ള ആളുകൾ അവിടെയുണ്ട്. എന്നാൽ രാജാവ് നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. തൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും നടക്കുന്ന രാജകൊട്ടാരത്തിൽ രാജ്യത്ത് നടക്കുന്ന ദിനവൃത്താന്ത പുസ്തകം, ഓരോ ദിവസവും കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ മൊർദോഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ ജീവനെ രക്ഷിച്ച ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനവനൊരു പ്രതിഫലവും കൊടുത്തതായിട്ട് കാണുന്നില്ല. അവൻ തിരികെ വന്ന് അവൻ കിടന്നുറങ്ങി. നേരം വെളുത്തു. അവൻ രാജ ആസനത്തിൽ ഇരിക്കുമ്പോൾ പുറത്തൊരാൾ വന്ന് നിൽക്കുകയാണ്. ഹാമാൻ മൊർദോഖായിയെ തൂക്കിലേറ്റുവാനായിട്ട് അനുവാദം ചോദിക്കാൻ നിന്നപ്പോൾ ഹാമാനോട് രാജാവ് ചോദിച്ചു, രാജാവ് സ്നേഹിക്കുന്ന മനുഷ്യൻ എന്തെല്ലാം ചെയ്യണം? അപ്പോൾ പറഞ്ഞു, അവനെ കുതിരപ്പുറത്ത് കയറ്റണം, നല്ല വസ്ത്രം ധരിപ്പിക്കണം, രാജകിരീടം ധരിപ്പിക്കണം, രാജാവിൻ്റെ 2-ാം കുതിരയിൽ രണ്ടാം രഥത്തിൽ അവനെ കൊണ്ടുപോകണം. അങ്ങനെ കുറേ ഡിമാൻഡുകളെല്ലാം വെച്ചു. എന്നാൽ നീ പോയി ഇതൊക്കെ ഈ മൊർദോഖായിക്ക് ചെയ്യുവനെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നിനക്കെതിരെ കഴുമരം തീർക്കുന്നവനെ കൊണ്ട്, നിനക്കെതിരെ കുഴിക്കുന്നവനെ കൊണ്ട് തന്നെ നിന്നെ സന്തോഷിപ്പിക്കുന്ന, നിന്നെ ഉയർത്തുന്ന വാർത്തകൾ വരുവാൻ ദൈവം അവരെ തന്നെ ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ
ഹാമാൻ അതേ കഴുമരത്തിൽ തൂക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ദൈവം വാക്ക് മാറാത്ത ദൈവമാണ്. ഈ പ്രവചന ശബ്ദത്തെ നിങ്ങൾ തിരസ്കരിക്കില്ലേ? എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ എസ്തേർ 8:15 എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. അതെ, നീ സന്തോഷിക്കാനായിട്ട് പോവുകയാണ്. നീ ആർത്ത് സന്തോഷിക്കാനായിട്ട് പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, 2026 നിൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാക്കി മാറട്ടെ. വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാക്കി ദൈവം നൽകട്ടെ. ഇനി വചനങ്ങൾ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് അങ്ങ് സ്തുതിക്കുന്ന കർത്താവ്, 2025 ഞങ്ങളെ വിട്ട് കടന്നുപോയി. 2026 ഞങ്ങൾ വരുമ്പോൾ കർത്താവ് നീ അനുഗ്രഹിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്ന് വചനം കേട്ട മക്കളൊക്കെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. അനേക നാളുകൾ ഞങ്ങൾ പലവിധമായ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി, ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയി, രോഗങ്ങളിലൂടെ കടന്നുപോയി, കടബാധകളിലൂടെ കടന്നുപോയി. എന്നാൽ കർത്താവേ, ഞങ്ങൾക്ക് നല്ല വാർത്തകളെ വരുവാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ശത്രുവിൻ്റെ മുമ്പാകെ ഞങ്ങളെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവം, ശത്രുവിൻ്റെ മുമ്പാകെ ഞങ്ങൾക്ക് മേശ ഒരുക്കുന്ന ഒരു ദൈവം, ശത്രു കുഴിച്ച കുഴിയിൽ ശത്രുവിനെ തന്നെ വീഴിക്കുന്ന ഒരു ദൈവം കർത്താവേ, അങ്ങനെ ഒരു ദൈവം ഉണ്ട്. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾക്കിങ്ങനെ വചനം തന്നതിനായിട്ട് സ്തോത്രം. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.